ക്രൈസ്തലോ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, കർത്താവ് വരുവാൻ സമയമാണ്. കാലം അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും മടങ്ങി വരും. കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത് മാനവരാശിയെ രക്ഷിപ്പാൻ, നമ്മളെ രക്ഷിപ്പാൻ തക്കവണ്ണമാണ് യേശു ഭൂമിയിൽ വന്നത്. വിശുദ്ധിയോടെ നാം ജീവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് വിശുദ്ധനാണ്. യേശു കർത്താവ് വിശുദ്ധനാണ്. വിശുദ്ധി ആഗ്രഹിക്കുന്നു. എന്താണ് വിശുദ്ധി? കർത്താവായ യേശു സ്തോത്രം ആ ഭാവിയായ സ്ത്രീയെ പറഞ്ഞു, പാപമില്ലാത്തവൻ അവളെ ആദ്യം കണ്ടറിയുന്നു. ഈ ലോകത്തിൽ സകല മനുഷ്യനും പാപിയാണ്. എന്നാൽ പാപമില്ലാത്ത യേശു നമ്മളെ വിശുദ്ധിയോടെ ആഗ്രഹിക്കുന്നു. നമ്മൾ വിശുദ്ധിയോടെ കർത്താവിന് വേണ്ടി ജീവിക്കുക. നമുക്കറിയാം, സ്തോത്രം, ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പത്രോസിനെ കർത്താവ് എന്തിനാണ് വിളിച്ചത്? മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ മീൻ പിടിത്ത ബോട്ടും വലയുമായിരുന്ന പത്രോസിനെ യേശു എന്ത് ചെയ്തു? അവരെ വിളിച്ചു. ഇന്നു മുതൽ പിന്നെ ഞാൻ മീൻ പിടിക്കുന്നവരെ, ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, നീ ഇന്നു മുതൽ മീൻ പിടിക്കുന്നവരെല്ലാം മനുഷ്യനെ പിടിക്കുന്നവനാക്കി. വാചകം എടുത്ത് വായിക്കുവാൻ സമയമില്ലാത്തത് ഞാൻ കമ്പി വാചകം പോലെ പെട്ടെന്ന് ഓടിപ്പോകാം. അവിടെ പറയുന്നത്, നീ ഇന്നു മുതൽ മനുഷ്യനെ പിടിക്കുന്നവനാണ്. കർത്താവിനെ അറിഞ്ഞ്, യേശുവിനെ അറിഞ്ഞ് പത്രോസ് വന്നതിന് ശേഷം പത്രോസ് ദൈവത്തിൽ നിന്നും അകലുവാൻ തുടങ്ങി. എന്നാൽ അകലുവതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, പത്രോസിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നില്ല. പരിശുദ്ധാത്മാവ് വരാത്തോടത്തോളം നമ്മൾ ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ പാടാനുള്ള കാര്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിന് മുമ്പ് പത്രോസ് യേശുവിനെ പലപ്പോഴും തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. യേശുവിനെ ക്രൂശീകരണത്തിന് മുൻപാകെ യേശു പറഞ്ഞു, പത്രോസെ, നീ എന്നെ പൂർവ്വട്ടം എന്ത് ചെയ്യും? തള്ളിപ്പറഞ്ഞ പത്രോസ് മാറി നിന്ന് പൊട്ടി കരയുവാൻ തുടങ്ങി. യൂദായും ദൈവത്തെ വിട്ട് അകന്നുപോയി. 30 വെള്ളിക്കാശിന് വേണ്ടി യേശുവിനെ എന്ത് ചെയ്ത്? ഒറ്റിക്കൊടുത്തെങ്കിലും യൂദ മടങ്ങി വന്നില്ല. പത്രോസ് മടങ്ങി വരുന്നവനെ ചേർത്തുകൊള്ളുന്നവനാണ് സർവശക്തനായ ദൈവം. നമ്മെ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പത്രോസ് ഉറച്ചു നിന്നതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? പത്രോസിനോട് യേശു പറഞ്ഞത്, നിങ്ങൾ ആരും വിട്ടുപോകരുത്, എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുക. ഞാൻ പോയാലും കാര്യസ്ഥലെന്നുള്ള പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ പകരുമെന്ന് പറഞ്ഞപ്പോൾ ഇവർ 120 പേര് മാർക്കോസിൻ്റെ മാളിക മുറിയിൽ ഒരുമിച്ച് കൂടിയിരുന്നു. അവിടെ ദൈവത്തിൻ്റെ ആത്മാവിനെ ഇവർ പ്രാപിച്ചു. അന്യഭാഷകളിൽ ആദ്യമായി അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. അപ്പോൾ അവിടെ പത്രോസ് പ്രാപിച്ചത് കൊണ്ട് എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നില്ല. പത്രോസ് എന്ത് ചെയ്ത്? പ്രാപിച്ചതിനെയും കൊണ്ട് അവൻ അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരിക്കുന്ന മനുഷ്യനെ പലരും അവൻ ചുമന്നുകൊണ്ട് ആലയത്തിൻ്റെ മുൻപാകെ വെച്ച് വയ്ക്കാറുണ്ട്. അവൻ ചോദിച്ച് പത്രോസിനോടും ഹല്ലേലൂയ സ്തോത്രം ചോദിച്ച്, എനിക്കെന്തെങ്കിലും തരണമേ എന്ന് ചോദിച്ചു. പത്രോസ് പറഞ്ഞ ഒരൊറ്റ കാര്യം, ഞങ്ങൾക്ക് വെള്ളിയോ പൊന്നോ ഇല്ല, എനിക്കുള്ളതിനെ ഞാൻ നിനക്ക് തരാം. പ്രൈസ് ദി ലോർഡ്. എനിക്കുള്ളതിനെ നിനക്ക് തരാമെന്ന് വെച്ചാൽ നാം ദൈവത്തിൽ നിന്നും പ്രാപിച്ചത്, കർത്താവിൽ നിന്നും ഈ ഭൂമിയിൽ ഉണ്ടാക്കിയതല്ല ഇവിടെ കിടന്ന് നശിച്ചു പോകുന്നതാണ്. കർത്താവിൽ നിന്നും പ്രാപിച്ചത് പത്രോസ് പറഞ്ഞു, ഞാൻ നിനക്ക് തരാം. ആമേൻ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അവൻ തൊട്ടത് അവൻ്റെ കയ്യിലാണ്. ദൈവം പ്രവർത്തിച്ചത് അവൻ്റെ നരയാണികൾ ഉറച്ചെന്ന തിരുവചനത്തിൽ പറയുന്നു. അവൻ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്തോത്രം, മറ്റുള്ളവരോട് ആലയത്തിനകത്തേക്ക് ഓടി. പ്രിയപ്പെട്ടവരെ, നാം പരിശുദ്ധാത്മാവ് പ്രാപിച്ച, നാം ദൈവത്തിൽ അധികം അടുത്തു വന്നു കഴിഞ്ഞാൽ നമ്മളെ കാണുന്നവർ, നമുക്ക് യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയും. അവർ ജീവനുള്ള യേശുവിനെ അറിയുവാനിടയാകും. സ്തോത്രം. അവിടെ തിരുവചനം പറയുന്നു, അവൻ തുള്ളിച്ചാടി എന്ത് ചെയ്തു? യേശുവിനെ മഹത്വപ്പെടുത്തി. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെയാണ് സ്തോത്രം യേശു കർത്താവും സ്തോത്രം, ഹല്ലേലൂയ. മാർക്കിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ തെക്കപ്പൊലി ദേശത്ത് സുവിശേഷം എത്തുവാൻ കാരണഭൂതനായിരുന്നത് ഒരു വ്യക്തിയാണ്. അതാരാണെന്നറിയാമോ? കല്ലറകളിൽ അവൻ്റെ പാർപ്പ്. അവനൊരിക്കലും സാധാരണ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കഴിയത്തില്ല. എന്നാൽ യേശു അവനെ കണ്ട്
അവൻ്റെ ഭൂതത്തെ പുറത്താക്കി അവൻ യേശുവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നു. അവൻ യേശു പടക് കയറുവാൻ പോകുമ്പോൾ അവൻ വന്ന് കൂടെ പോരുവാൻ. എന്നാൽ യേശു പറഞ്ഞു, നിന്നെ തന്നെ നീ ഒന്ന് കാണിക്കുക. അപ്പോൾ യേശുവിനെ ഒറ്റ ലക്ഷ്യം എന്തെന്നറിയാമോ? ഈ സുവിശേഷം ഹല്ലേലൂയ പല ദിക്കിലും ഹല്ലേലൂയ എല്ലായിടത്തും എത്തിക്കണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, സ്തോത്രം ഹല്ലേലൂയ 10 പട്ടണം അടങ്ങുന്ന ഒരു ദേശം, തെക്കപ്പൊരു ദേശം. അവിടെ മുഴുവനായിട്ട് ഈ വ്യക്തി, ഈ ലഘുവ ബാധിച്ചവൻ യേശുവിനെ കുറിച്ച് പറയുവാനിടയായി. യേശു അകത്ത് വന്ന് അടക്കി വയ്ക്കേണ്ടത് ഒന്നല്ല, നാം പലർക്കും വെളിപ്പെടുത്തി കൊടുക്കേണ്ടതാണ് യേശുവിനെ. നമുക്കറിയാം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മത്തലങ്ങക്കാരി മറിയ 7 ഭൂതങ്ങളാൽ പിടിക്കപ്പെട്ടവൾ. അവൾക്ക് സുഖം പ്രാപിച്ചപ്പോൾ അവൾ മടങ്ങിപ്പോയില്ല. യേശുവിൻ്റെ കൂടെ നിന്ന് അവസാന നിമിഷവും കല്ലറയുടെ അകത്ത് പോകും. കല്ലറയിൽ പോകുമ്പോൾ മത്തലങ്ങക്കാരി മറിയയാണ്. എന്താണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം സ്തോത്രം 20-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, മത്തലങ്ങക്കാരി മറിയ ആ ഇരുട്ടുള്ളപ്പോൾ, അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ അവൾ എഴുന്നേറ്റ് പോയി യേശുവിൻ്റെ കല്ലറയ്ക്കൽ പോയി. അവൾ യേശുവിനെ കാണുവാനിടയായി. പലരും കടന്നു വന്നവർ തിരിച്ചുപോയി. എന്നാൽ മറിയ യേശുവിനെ കണ്ടു. നമുക്കറിയാം ഹല്ലേലൂയ യേശു തോട്ടക്കാരനെന്ന് നിരൂപിച്ച് മറിയ പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു പറയുകയാണ്, മറിയേ, അവൾ പ്രഭുവും എന്ന് വിളിക്കുകയാണ്. അപ്പം ഞാൻ പറയട്ടെ, കർത്താവിനെ അറിയുവാനും കർത്താവിനെക്കുറിച്ച് നമുക്ക് പറയുവാനും കഴിയും. ഹല്ലേലൂയ. ആ ശമരിയക്കാരി ചോദിച്ചത് എന്തെന്നറിയാമോ? ഇത് ആഴമുള്ള കിണറാണ്. യേശു ചോദിച്ച്, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരാമോ? അപ്പോൾ ശമരിയക്കാരി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് ആഴമുള്ള കിണറാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾക്ക് തന്നതാ. അപ്പോൾ യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്തെന്നറിയാമോ? ഈ വെള്ളം കുടിക്കുന്ന എല്ലാവർക്കും ദാഹിക്കും, എന്നാൽ ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ആ യേശു നമുക്ക് തരുന്നത് ഹല്ലേലൂയ ആ ജീവനുള്ള നദി, ആ ജീവനുള്ള വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് അഭിഷേകം നമ്മൾ പ്രാപിച്ച മറ്റുള്ള ഈ അന്ത്യകാലത്ത് കർത്താവിനെക്കുറിച്ച് നമുക്ക് പറയുവാൻ കഴിയുന്നു. നമുക്കറിയാമോ സ്തോത്രം, ഈ ഭൂമിയിലുള്ള സകല നന്മയും ഇവിടം കൊണ്ട് തീരുന്നതാണ്. നമ്മൾ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് ജീവിക്കുവാനുള്ളത് കർത്താവ് തരും. നമ്മളൊരു ഷോപ്പിൽ പോവുകയാണ്, ഒരു ഷർട്ട് മേടിച്ചു, ഇല്ലെങ്കിൽ ഒരു സാരി മേടിച്ചു. നമ്മളൊരു തുണി മേടിക്കുമ്പോൾ അവർ തുണി മാത്രം എടുത്തു തരത്തില്ല, അവരൊരു കിറ്റിലിട്ട് തരും. എന്തിനെന്നറിയാമോ? തുണി മേടിച്ച് അങ്ങനെ തരത്തില്ല. ഒരു കിറ്റിൽ കടക്കാരൻ്റെ ഉത്തരവാദിത്തമാണ് ആ കിറ്റിലിട്ട് തരാൻ. ആ കിറ്റ് എത്ര കവർ വലിയ എത്ര നല്ല ഭംഗിയുള്ളതായിരുന്നാലും അത് നമ്മൾ വച്ചിരിക്കത്തില്ല. നമ്മൾ അകത്തിരിക്കുന്ന ആ റസ നമ്മളെടുത്തിടുന്ന വിശ്വാസം. അത് കഴിയുമ്പോൾ ആ കവർ കളയും, ഇല്ലെങ്കിൽ ആ കിറ്റ് കളയും. ഇതുപോലെയാണ് ഈ ഭൂമിയിൽ കിട്ടുന്ന സകല നന്മകളും നാം വിട്ടേച്ച് ഒരു ദിവസം പോകും കർത്താവിൻ്റെ അടുത്ത്. ആ യേശു വരുവാൻ സമയമായി. ഈ ഹല്ലേലൂയ ഈ സ്വതന്ത്ര ദിനത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നത്, ഹല്ലേലൂയ ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്കൊത്തവണ്ണം നിങ്ങളായിത്തീരുക. ഈ പരിശുദ്ധാത്മാവ് അകത്ത് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. പത്രോസ് എന്തു പറഞ്ഞാലും എതിർത്ത് പറയുന്നവനായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് അകത്ത് വന്നപ്പോൾ പത്രോസ് ആളുമാറിയവരെ പോലെയായി. അതുകൊണ്ട് അവൻ 11 പേരോട് ഒരുമിച്ച് ചേർന്നെന്ന് അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ സ്തോത്രം വിളിച്ചു പറയുകയാണ്. ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെടുവാനിടയായി. പരിശുദ്ധാത്മാവ് അകത്ത് വന്ന് അടക്കിയിരിക്കുവാൻ പറ്റത്തില്ല. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവ് വരുവാൻ സമയമായി. തമിഴിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതിശീഘ്രത്തിൽ യേശു വരുവരാ. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം ആയത്തപ്പെടുங்கள். നാം ആയത്തപ്പെട വേണ്ടിയ ഇത് ടൈം പ്രൈസലോ നാളേക്കല്ല, ഇന്നേക്ക് നാം ആയത്തപ്പെട്ടു ആണ്ടവർ യേശുവിൻ്റെ കൂടെ ഹല്ലേലൂയ അവരുടെ വരികയെ കാത്തിരിക്കുന്ന കർത്തരുടെയും പിള്ളകളെ ആണ്ടവരായ യേശു വരികയെ ഏറ്റവും ശീഘ്രമായിരിക്കുന്നത് നാം ജപിപ്പോൾ ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ തിരുവചനം കേൾക്കുന്ന ജനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു അത്യന്ത കൃപ അവരുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നന്ദിയുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവ അവസരം തന്ന വീണ്ടും നമുക്ക് കാണാം.
കർത്താവ് വരുവാൻ സമയമായി. ഈ യേശുവിന് വേണ്ടി പ്രത്യാശയോടെ നമുക്ക് നോക്കി പാർക്കാം. കർത്താവ് വരുവാൻ സമയമായി. വാനമേഘത്തിൽ യേശു എഴുന്നള്ളുവാൻ സമയമായി. നമുക്കൊരുങ്ങാൻ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.